ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസനങ്ങളും ക്ഷേമം കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് തുടർഭരണം എന്തായാലും പ്രതീക്ഷിക്കേണ്ടത്. സർക്കാർക്ക് ഇടതുപക്ഷ ജനാധിപത്യം അവർ നെഞ്ചിലേറ്റ് പോലാണ് തോന്നുന്നത്. വിജയം ഉറപ്പാണ്. നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി PK പ്രവീണാണ്. നമസ്കാരം. ഇത്തവണ കന്യാംഗമാണല്ലോ. കന്യാംഗത്തിന് ഇറങ്ങുന്ന സമയത്ത് കൂത്തുപറമ്പ് പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന് തോന്നുന്നു? ഇല്ല, കന്യാംഗത്തിൽ ഇറങ്ങുമ്പോൾ നിയമസഭയിൽ കന്യാംഗമാണ്. അതിൻ്റെ മുമ്പേ പഞ്ചായത്ത് മെമ്പറായിട്ടും നഗരസഭാ കൗൺസിലറായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെതായ വേറൊരു തടസ്സങ്ങളൊന്നും തോന്നുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ചെയർമാൻ LDFിൻ്റെ ചെയർമാൻ KP മോഹനേട്ടനാണ്. മൂപ്പരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം മുന്നേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന ഒരു പേരായിരുന്നു, രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സഹോദരന്റെ മകനും കൂടിയാണല്ലോ. അപ്പൊ ആ ഒരു നിലയിൽ മുന്നേ MLAയുടെ സഹോദരന്റെ മകൻ ആ ഒരു നിലയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ് സ്വീകരിക്കുന്നവര്? നല്ല പ്രതികരണമാണ്. സഹോദരന്റെ മകൻ എന്ന നിലയിലും അതേപോലെ PR കുറുപ്പിന്റെ മകൻ എന്ന നിലയിലുള്ള നല്ല പ്രതികരണം ലഭിക്കുന്നുണ്ട്. പഴയകാല ആൾക്കാരുടെ നല്ല പ്രതികരണം. അപ്പം ഈ LDFന് അവർ മുന്നോട്ടേക്ക് നിർത്തുന്ന അനുകൂല ഘടകം എന്തായിരുന്നു? LDFിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസനങ്ങളും ക്ഷേമം കിട്ടിയിട്ടുണ്ട്. പെൻഷനുണ്ട്, അതേപോലത്തെ പല കാര്യങ്ങളുണ്ട്. ഓരോരോ വകുപ്പ് തലത്തിലും അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാക്കാൻ LDFിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് തോന്നുന്നത്. ഇപ്പം മുന്നേ MLA ഉണ്ടാക്കി വെച്ച വികസന പദ്ധതികളും കാര്യങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാന്നുള്ള ഉദ്ദേശമാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെ വികസനങ്ങളായിരിക്കും ഈ മണ്ഡലത്തിൽ ഇനി കൊണ്ടുവരാൻ പോകുന്നത്? ഇനി കൊണ്ടുവരുന്ന പ്രത്യേകിച്ചിട്ടുള്ള താലൂക്ക് ആശുപത്രി ഉണ്ട്, പാനൂർ താലൂക്ക് ആശുപത്രി. അതിൻ്റെ കുറേ സാങ്കേതിക പ്രശ്നം അതെല്ലാം തീർന്ന് ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നടക്കുകയാണ്. അതനുസരിച്ച് അത് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുക്കണമെന്നുണ്ട്. പിന്നെ ഒരു ആഗ്രഹം എന്ന നിലയിൽ നിയോജക മണ്ഡലത്തിൽ നല്ലൊരു സ്റ്റേഡിയം കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയം കൊണ്ടുവരണം എന്നുള്ള ഇതുകൊണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം ഇനി ഒരു തുടർഭരണം ഉണ്ടാവും, എന്ത് തോന്നുന്നു? ഇടതുപക്ഷ ജനാധിപത്യത്തിന് തുടർഭരണം എന്തായാലും പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പം അതേപോലെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവരുടെ പ്രതികരണം എങ്ങനെയാണ്? നല്ല രീതിയിൽ പരിഗണന. ഭരണത്തിന്റെ അവസാന ലാപ്പിലിരിക്കുന്ന സമയത്ത് അവസാന ലാപ്പിൽ നല്ല രീതിയിൽ പരിഗണനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഇടതുപക്ഷ ജനാധിപത്യം അവർ നെഞ്ചിലേറ്റ് പോലാണ് തോന്നുന്നത്. അപ്പൊ അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് ഇനി നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്തു തരണം? ഇല്ല, ചില മേഖലയിൽ നിന്ന് മാത്രം ആവശ്യപ്പെടും. പ്രധാനമായിട്ട് ചില റോഡുകളുടെ പ്രശ്നം മാത്രമാണ് വരുന്നത്. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറയാറില്ല. ഇപ്പം MLAയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുപ്പറതായ രീതിയിൽ പഴയകാലം മുപ്പർ ചെയ്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാണേണ്ട ആളുകളെ കാണുന്നുണ്ട്. നമ്മൾ ഓരോ പരിപാടിയുടെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പം കഴിഞ്ഞ തവണ മോഹൻ MLAക്ക് ലഭിച്ച ആ ഒരു ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമോ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടാനാണ് സാധ്യത കാണുന്നത്? അതിനേക്കാളും കൂടാനാണ് സാധ്യത. അപ്പം ഇത്തവണ വിജയം ഉറപ്പാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാട്ടുകാരനാണ്, വേറെ എവിടെയല്ല. ഈ നാട്ടുകാരനാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെ ഇടയിലും തന്നെ വളർന്നു വന്ന ഒരാളായി. അധ്യാപകനായിരുന്നല്ലോ. അധ്യാപക രംഗത്തുനിന്ന് മുന്നേയുള്ള കുട്ടികളെ കാണുമ്പോഴായാലും ശരി, മുന്നേയുള്ള കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരെ കാണുമ്പോഴായാലും ശരി, രാഷ്ട്രീയത്തിന് അതീതമായുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കുട്ടികളെ കാണുമ്പോൾ അത് കിട്ടുന്നുണ്ട്. അവരുടെ പോകുന്ന സമയത്തും എനിക്ക് ചിലപ്പോൾ മുഖപരിചയം ഇല്ലെങ്കിലും കുട്ടികൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്, പക്ഷേ എന്നെ പഠിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അതൊരു വലിയൊരു സന്തോഷമായിട്ടാണ് തോന്നുന്നത്. വീട്ടുകാരുടെ ഭാഗത്ത് വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട്. അപ്പം എല്ലാവിധ ആശംസകളും.